ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എൻ്റെ അപ്പർ ബോഡി എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് അയക്കുന്ന കണ്ടിട്ടുണ്ട്, ബ്രോയുടെ അപ്പർ ബോഡി മാത്രമല്ലേ കാണിക്കുന്നുള്ളൂ, ലോവർ ബോഡി എന്തുകൊണ്ട് കാണിക്കുന്നില്ല എന്ന്. കാരണം എൻ്റെ വർക്കൗട്ട് റൂട്ടീന് അപ്പർ ബോഡിക്ക് ഞാൻ കുറച്ച് ഹൈപ്പോട്രോഫി ലെവൽ അല്ലെങ്കിൽ ഫാസ്റ്റ് ടച്ച് മസിൽ ഫൈബേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്യും. കൂടുതൽ സ്ലോ ടച്ച് ആണ്. ലോവർ ബോഡി എന്ന് പറയുന്നത് ഞാൻ 100% സ്ലോ ടച്ച് മസിൽ ഫൈബേഴ്സിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ലീൻ മസിൽ മാസ്, അതായത് എൻഡ്യൂറൻസിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എൻ്റെ ലെഗുകൾക്ക് ഞാൻ പ്രോഗ്രസീവ് ഓവർലോഡോ അല്ലെങ്കിൽ വെയിറ്റ് ആഡ് ചെയ്ത് കൂട്ടാനൊന്നും ശ്രമിക്കാറില്ല. അതായത് വെയിറ്റ് ആഡ് ചെയ്ത് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് കാൽ മസിലിൻ്റെ അല്ലെങ്കിൽ ലെഗ് മസിലിൻ്റെ ഫാസ്റ്റ് ടച്ച് മസിൽ ഫൈബേഴ്സിനെ ഞാൻ ഒരിക്കലും ടാർഗറ്റ് ചെയ്യാറില്ല. ഞാൻ കംപ്ലീറ്റ് എൻഡ്യൂറൻസ് ആണ് എനിക്ക് ആവശ്യം. ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ കാല് കൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ എൻ്റെ കാല് എനിക്ക് ഒരിക്കലും കടക്കാൻ പാടില്ല. ഞാനൊരു 50 കിലോമീറ്റർ 100 കിലോമീറ്റർ നടന്നെന്ന് വിചാരിച്ചോ, എൻ്റെ കാല് കടക്കാൻ പാടില്ല. എനിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പോൾ ജോഗ് ചെയ്യുമ്പോൾ എത്ര കിലോമീറ്റർ ആണോ ഓടാൻ പറ്റുന്ന കാല് കളക്കാതെ. ഇതാണ് എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഈ ഹൈപ്പോട്രോഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പവർ ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് വരുമ്പോൾ 1 റെപ്പ് മാക്സ് ചെയ്യും, അല്ലെങ്കിൽ 8 മുതൽ 12 റെപ്പ് വീതം പ്രോഗ്രസ് ചെയ്ത് ഇങ്ങനെ പോകും. അവർ ഫോക്കസ് ചെയ്യുന്നത് ഫാസ്റ്റ് ടച്ച് മസിൽ ഫൈബേഴ്സിനെയാണ്. ഞാൻ ചെയ്യുന്നത് 101% സ്ലോ ടച്ചിനെയാണ്. എനിക്ക് എൻഡ്യൂറൻസ് ആണ് ആവശ്യം എന്ന് കരുതി എൻ്റെ ലെഗ് വീക്കൊന്നുമല്ല. ഞാൻ 75 കിലോ ഉള്ള ഒരാളെ തോളി എടുത്ത് ലഞ്ചസ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ പലരും കണ്ടു കാണും. നാച്ചുറൽ ആണ്, ഒരു സപ്ലിമെന്റ് ഇല്ല, നാച്ചുറൽ സ്ട്രെങ്ത് ആണ്. അത് ഞാൻ സ്ട്രെങ്തിന് വേണ്ടി ചെയ്യത്ത് പോലും ഇല്ല. അപ്പോഴും നമ്മൾ എൻഡ്യൂറൻസിന് വേണ്ടി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ലീൻ മസിൽ മാസ് സ്ട്രോങ് ആവുന്നതുകൊണ്ട് അത്രയും സ്ട്രെങ്ത് നമുക്ക് ഗെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 75 കിലോ ഉള്ള ഒരാളെ തോളിലെടുത്തൊന്ന് കറക്റ്റ് ഫോമി വെള്ളം ഭക്ഷണം മാത്രം കഴിച്ചൊന്ന് ലഞ്ചസ് ചെയ്യും. അപ്പോൾ മനസ്സിലാവും അത് എത്രത്തോളം ഹാർഡാണെന്ന്. ഈ സപ്ലിമെന്റും ക്രിയാറ്റിനൊക്കെ അടിച്ച് ചെയ്യുമ്പോൾ അല്ല, റോ ആയിട്ട് നമ്മുടെ റിയൽ നമ്മുടെ ക്വാളിറ്റി വെച്ച് ചെയ്ത് നോക്കണം. അത് ക്രിയാറ്റിന്റെ ഫേക്ക് ആയിട്ടുള്ള എനർജി ചെയ്യരുത്, അതൊന്നും എടുക്കുകയില്ല. അപ്പോൾ എൻ്റെ ലെഗ് ഞാൻ കാണിച്ചു തരാം. ഇത് എൻഡ്യൂറൻസ് ലെഗാണ്. ഇത് കണ്ടല്ലോ, എൻ്റെ ലെഗ് കാണാനില്ലെന്നാണ് ഒരുപാട് പേര് പറയുന്നത്. ഇതാണ് എൻ്റെ ലെഗ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇതെന്ന് പറയുന്നത് എൻഡ്യൂറൻസ് ലെഗാണ്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ ദീർഘദൂരം. ഞാൻ ഭയങ്കരമായിട്ടൊരു ലോങ് വാക്കറാണ്. ജോഗ് ചെയ്യുമ്പോഴും ഞാൻ പണ്ട് ഒരുപാട് ദൂരം ജോഗ് ചെയ്യും. എൻ്റെ കൂടെ വന്നവർക്കൊക്കെ അറിയാം, അവരുടെ ലെഗ്സ് ഒക്കെ എന്ന് പറയുന്നത് എപ്പോഴും അവർ കഴക്കും. എൻ്റെ ലെഗ് ഒരിക്കലും കഴക്കാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലെഗ്സ് എന്ന് പറയുന്നത്. കണ്ടില്ലേ? അപ്പോൾ കണ്ടല്ലോ, ഇതാണ് എൻ്റെ ലെഗ്സ് എന്ന് പറയുന്നത്. ഇത് 101% സ്ലോ ടച്ച് മസിൽ ഫൈബേഴ്സിന് ലീൻ മസിൽ മാസിന് എൻഡ്യൂറൻസിന് വേണ്ടിയാണ്. ഒരു മാരത്തോൺ റണ്ണറുടെ ലെഗുമായിട്ട് കമ്പയർ ചെയ്യാം. എനിക്ക് ലോവർ ബോഡിയിൽ എൻഡ്യൂറൻസ് ആണ് ആവശ്യം. അപ്പർ ബോഡിയിലാണ് എനിക്ക് കുറച്ച് സ്ട്രെങ്ത് ആവശ്യം. എവല്യൂഷൻ പരമായിട്ട് നമ്മൾ ദീർഘദൂരം നടന്ന് ഭക്ഷണം തേടേണ്ട ജീവിയാണ്. അപ്പോൾ ലോവർ ബോഡിയിൽ കൂടുതൽ എൻഡ്യൂറൻസ് ആണ് ആവശ്യം. അപ്പർ ബോഡിയിലാണ് ഇപ്പോൾ ഒരു ജീവി ആക്രമിക്കാൻ പറ്റും, പെട്ടെന്ന് ഒരു മരത്തിൽ വലിഞ്ഞു കയറുക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ചെയ്യുക, അറ്റാക്കിന് രക്ഷപ്പെടുക, വേട്ടയാടുക. ഇതിനൊക്കെ അപ്പർ ബോഡിക്കാണ് സ്ട്രെങ്ത് ആവശ്യം. ലോവർ ബോഡിക്ക് യഥാർത്ഥത്തിൽ എൻഡ്യൂറൻസ് ആണ് ആവശ്യം. ദീർഘദൂരം ഇങ്ങനെ നടക്കുക, അല്ലെങ്കിൽ റണ്ണിങ് ജോഗിങ് ചെയ്യുക, അതില്ല നേച്ചറി. ഏറ്റവും കൂടുതൽ ദീർഘദൂരം വാക്കിംഗ് ആണ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ ആവശ്യം ഈ എൻഡ്യൂറൻസ് ആണ്. മനസ്സിലായില്ല? അതാണ് എൻ്റെ ലെഗിന് ഞാൻ എൻഡ്യൂറൻസിന് ചെയ്യുന്നത്. ഇതാണ് ലെഗ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഒരു എൻഡ്യൂറൻസ് മാരത്തോൺ റണ്ണറുടെ ലെഗാണ്. പക്ഷേ അപ്പർ ബോഡി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഈ എവല്യൂഷണറി ബയോളജി അനുസരിച്ചാണ് ചെയ്യുന്നത്. എനിക്ക് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് ഈ ലെഗിലെ മസിൽ മാസിൻ്റെ സൈസ് കൂട്ടി വലിയ ലെഗ് എനിക്ക് താല്പര്യമില്ല. എൻ്റെ ലെഗ് വളരെ ഫാസ്റ്റ് ആയിരിക്കണം. എനിക്ക് കാല് ഒരിക്കലും കടക്കാൻ പാടില്ല. വളരെ നടക്കുമ്പോഴൊക്കെ വളരെ സ്പീഡായിരിക്കണം. ലെഗിൻ്റെ സൈസ് കൂടിയ നടത്തത്തിൻ്റെ സ്പീഡ് കുറയും. ഞാനൊക്കെ പറഞ്ഞാൽ റോക്കറ്റ് വിട്ടുപോലെയാണ് പോകുന്നത് നടത്തത്തിനൊക്കെ. എന്നോട് നടന്നവർക്ക് അറിയാം, ഞാൻ പയ്യെ നടക്കുമ്പോഴേ അവർ സ്പീഡ് നടന്നാലും ഞാൻ പയ്യായിരിക്കും നടക്കണം. എൻ്റെ ലെഗുകൾ എൻഡ്യൂറൻസും അത്രയും ലീൻ മസിൽ മാസ് ഉള്ളത് അത്രയും ഫാസ്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ഗോൾ ഡിഫറൻ്റ് ആണ്. ഇതാണ് എനിക്ക് ലെഗ് മസിൽ കാണിക്കാൻ പറയുന്ന ആളുകളോട് ഒന്നുകൂടെ അവസാനം കൂടെ കാണിച്ചത്. ഇതാണ് ലെഗ്. ഫാറ്റ് ഒന്നും ഒട്ടുമില്ല, കൊടുപ്പൊന്നുമില്ല. കാരണം എൻഡ്യൂറൻസ് ആണല്ലോ ഉണ്ട്. പ്യൂർ ആയിട്ടുള്ള ലീൻ മസിൽ മാസ് മാത്രമേ ഈ ലെഗിലുള്ളൂ. അതേസമയം എനിക്ക് ലഞ്ചസ് ഒക്കെ തോളിലെടുത്ത് ഒരു 75 കിലോ ആളെ വെച്ചിട്ട് ഒരു 5 റപ്പൊക്കെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഭയങ്കര ശക്തരെന്ന് പറയുന്ന ഒരു വെള്ളം ഭക്ഷണം മാത്രം കഴിച്ച് അങ്ങനെ ഒരു വീഡിയോ എടുത്ത് യാസർദ മാസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഥവാ എന്തൊക്കെ സ്റ്റെറോയിഡും സപ്ലിമെന്റും എല്ലാം എടുത്തിട്ടാണ്. ഞാൻ 100 ലെവലിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ ലെവലൊന്നും ആലോചിച്ചാൽ മതി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സി യു.